വിഴിഞ്ഞത്തിൻ്റെ പേരും പറഞ്ഞ് യൂട്യൂബിൽ വന്നിരുന്നത് തള്ളുന്ന ചില തള്ളു മാമന്മാരോട് നമ്മൾ വളരെ മര്യാദയ്ക്ക് ചില കാര്യങ്ങൾ ഇതിനകം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോയിൽ ട്രൈറ്റ് വോയിസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തള്ളുന്നതിന് ഒരു മര്യാദയൊക്കെ വേണം. കമൻട്രി എന്ന് വന്നിരുന്ന് തള്ളുമ്പോൾ വിഴിഞ്ഞ തുറമുഖം ഉണ്ടാക്കിയത് ഞാനും എൻ്റെ പെങ്ങൾ വളിയനും മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ പ്രയോഗമാണ് എന്ന മട്ടിൽ വീണ്ടും വീണ്ടും വന്നിരുന്ന് തള്ളുമ്പോൾ ഞങ്ങളൊന്നും തള്ളാറില്ല. വിഴിഞ്ഞ എങ്ങനെ ഉണ്ടായി എന്ന് എല്ലാവർക്കും അറിയാം. പണ്ടേ വിഴിഞ്ഞ ഉണ്ടായിരുന്നു, പഴയ വിഴിഞ്ഞ. ഇപ്പോഴത്തെ വിഴിഞ്ഞ എങ്ങനെ ഉണ്ടായി? കരാർ ഏറ്റെടുക്കാൻ ആരും വരാതിരുന്ന ഒരു സമയത്ത്, വിഴിഞ്ഞ തുറമുഖ വികസനത്തിന് കരാർ ഏറ്റെടുക്കാൻ ആരും വരാതിരുന്ന ഒരു സമയത്ത് വന്നവരെ എല്ലാം തല്ലി ഓടിച്ചു. ആര്? സും ഡെവലപ്പേഴ്സ്. അവർക്ക് ചൈനീസ് കമ്പനി കണക്ഷൻ ഉണ്ട്, മറ്റേണ്ട് മത്സ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ഇവിടുന്ന് ഓടിച്ചു വിട്ടു. അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ സർക്കാർ സൂം ഡെവലപ്പേഴ്സുമായിട്ട് കരാറുണ്ടാക്കുമായിരുന്നു. ചരിത്രം പോയി നമ്മൾ നോക്കാം. അപ്പൊ ചൈനീസ് കണക്ഷൻ ചോദിക്കട്ടെ. ഇപ്പൊ അദാനി ഏറ്റെടുത്ത് തുറമുഖ നിർമ്മാണം ഏറ്റെടുത്ത് കമ്മീഷൻ ഘട്ടത്തിലേക്ക് വന്നു നിൽക്കുന്നു. കൊമേഴ്ഷ്യൽ ഓപ്പറേഷനായി. ഈ സൂം ഡെവലപ്പേഴ്സിനെ ഓടിച്ചു വിട്ടവരോട് ചോദിക്കട്ടെ, ഇപ്പൊ അദാനി തുറമുഖം പണിയുമ്പോഴും ഈ സാധനങ്ങൾ എവിടുന്ന വരുന്ന, യന്ത്രങ്ങൾ എവിടുന്ന വരുന്ന, ക്രെയിൻ എവിടുന്ന വരുന്നത്, മറ്റു കാര്യങ്ങൾ എവിടുന്ന വരുന്നത്? ചൈനയിൽ നിന്നാണ്, ഷാങ്ഹായിൽ നിന്നാണ്. അതെന്താ ഇപ്പം ആരും മിണ്ടാത്തത്? വന്നിരുന്ന തള്ളു മാമന്മാരോട് ചോദിക്കട്ടെ, കമൻട്രി മാമന്മാരോട്. തള്ളുന്നതിനൊക്കെ ഒരു മര്യാദ വേണം. ഇനി ഞങ്ങൾ ഇതുവരെ ഒരു അവകാശവാദം ഞങ്ങൾ ഉന്നയിക്കുന്നവരല്ല. പക്ഷെ ഒന്ന് രണ്ട് കാര്യം പറയാം. ഈ തള്ളു കണ്ടിട്ട് ഒന്ന് രണ്ട് കാര്യം പറയാം. ഇതുവരെ പറയാതിരുന്നതാണ്. ഒരു അമേരിക്കൻ മലയാളി ഇപ്പം ഈ തള്ളുമാവന്മാർ വന്നിരുന്നിട്ട് അവിടുന്ന് അങ്ങേര് വിളിച്ചു, ഇവിടുന്ന് ഇങ്ങേര് വിളിച്ചു, വിഴിഞ്ഞത്തുനിന്ന് ഞങ്ങൾക്ക് കണ്ടെയ്നർ കൊണ്ടുപോകണം, പോകണം, ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഈ ആൾക്കാർ അവരുടെ ഫോൺ നമ്പർ, അവരുടെ ഡീറ്റെയിൽസ്, വീഡിയോ, ഇമേജ് ഒക്കെ കൊടുക്കുന്നവരോട് ഒരു വീഡിയോയും ഒരു ഇമേജും പങ്കുവെക്കാതെ ഒരു അമേരിക്കൻ മലയാളി, അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വന്നൊരു മലയാളിയുടെ അനുഭവം പറയാം. അദ്ദേഹത്തിൻ്റെ പേരോ സ്ഥാപനത്തിൻ്റെ അയാളുടെ വ്യവസായത്തിൻ്റെ പേരോ വെളിപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അയാൾ പബ്ലിസിറ്റി ഉദ്ദേശിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയാം. 10-15 കൊല്ലം അമേരിക്കയിൽ ജീവിച്ച ഒരു മലയാളി. എൻ്റെ നാട് പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ടയിലെ കോഴഞ്ചേരിയിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ സ്ഥലം. നാട്ടിൽ വന്നിട്ട് അദ്ദേഹം എന്ത് വ്യവസായം തുടങ്ങാൻ പറ്റുമെന്ന് ആലോചിച്ചു. അപ്പൊ അദ്ദേഹം അമേരിക്കൻ മാർക്കറ്റ്, ഇപ്പൊ ഈ അമേരിക്കൻ മാർക്കറ്റ് തള്ളുന്നവരോട് ഞങ്ങൾ പറയുകയാണ്, അദ്ദേഹം അമേരിക്കൻ മാർക്കറ്റ് പഠിച്ചിട്ടാണ് വരുന്നത്. അതായത് വിദേശ മലയാളികള്, പ്രവാസികള്, അവർക്ക് ഇന്ത്യയിലെ വിഭവങ്ങള്, ആഹാര, ഫുഡ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ ചിപ്സ്, ഇവിടുത്തെ ബോണ്ട, പരിപ്പുവട, ഉപ്പേരി, ഇവിടുത്തെ പൊറോട്ട, നമ്മുടെ കേരള പൊറോട്ട, ഇതൊക്കെ അവർക്ക് കിട്ടണം. അത് അവർക്ക് വലിയ ഡിമാൻഡാണ് അവിടെ അമേരിക്കയിലാവട്ടെ, വിദേശ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ ഉൾപ്പെടെ, ന്യൂസിലാൻഡ് ഉൾപ്പെടെ. അതുകൊണ്ട് പറയുകയാണ്. അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്. തിരിച്ചു വന്നിട്ട് അദ്ദേഹം ആലോചിച്ചു, ഒരു ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി, വാല്യൂ ആഡഡ്, മൂല്യാധിഷ്ഠിത ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി തുടങ്ങുക കോഴഞ്ചേരിയിൽ. ഒരു 4-5 കോടി രൂപ മുടക്കി യന്ത്ര സംവിധാനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഫാക്ടറി സ്ഥാപിച്ചു, ഫുഡ് പ്രോസസ്സിംഗ് ഫാക്ടറി കോഴഞ്ചേരിയിൽ. അങ്ങനെ അദ്ദേഹം പതുക്കെ അവിടെ ബിസിനസ് തുടങ്ങാം. കാരണം അദ്ദേഹത്തിന് അമേരിക്കൻ കണക്ഷൻസ് ഉണ്ട്. അപ്പൊ അദ്ദേഹം പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. എന്തൊക്കെയാ? ചക്കയുപ്പേരി, പിന്നെ ഏത്തക്ക ഉപ്പേരി, ബോണ്ട, പരിപ്പുവട, പിന്നെ ചക്കയുടെ മറ്റു വിഭവങ്ങൾ, ചക്കയിൽ നിന്നുണ്ടാക്കുന്ന മറ്റു വിഭവങ്ങൾ, കുമ്പളപ്പം, ഭക്ഷണിലയിൽ ഉണ്ടാക്കുന്ന കുമ്പളപ്പം എന്നിങ്ങനെ നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ ചായക്കടയിൽ കഴിക്കുന്ന സാധനങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം കയറ്റുമതി ചെയ്യാൻ തീരുമാനിച്ചു. എങ്ങനെ തള്ളുന്നവരോട് പറയുകയാണ്. അദ്ദേഹത്തിന്റെ ഫാക്ടറി തന്നെ വലിയ ഫ്രീസർ സംവിധാനങ്ങൾ ഒരുക്കി. എല്ലാ ക്വാളിറ്റി റിക്വയർമെന്റ്സും ഇതേപോലെ പാലിച്ചിട്ട് ആദ്യ കണ്ടെയ്നർ ലോറി കോഴഞ്ചേരിയിൽ നിന്ന് കൊച്ചി തുറമുഖത്തേക്ക് പോയി. ഒരു 10 വർഷം മുമ്പ്. ശ്രദ്ധിച്ച് കേൾക്കണം നമ്മുടെ പ്രേക്ഷകര്, തള്ളുന്ന മാമന്മാരും കേൾക്കണം. ആദ്യ കണ്ടെയ്നർ അവിടുന്ന് പോയി. ഇപ്പോ അദ്ദേഹത്തിന്റെ പുരോഗതി എന്താണെന്നറിയാമോ? അമേരിക്കയിലെ എല്ലാ സൂപ്പർ സ്റ്റോറുകളിലും മോളുകളിലും ഈ ഉൽപ്പന്നങ്ങൾ അവിടെ വിറ്റ് അദ്ദേഹം കോടികൾ സമ്പാദിക്കുകയാണ്. അപ്പൊ ഈ വിഷയം സംസാരിക്കുമ്പോൾ വിഴിഞ്ഞം വന്നു. ഇത് പറയാൻ കാര്യം എന്താണ്?
2 കണ്ടെയ്നർ ലോറി ആഴ്ചയിലൊരിക്കൽ കോഴഞ്ചേരിയിൽ നിന്ന് കൊച്ചി തുറമുഖത്ത് പോയിട്ട് ഈ ഫ്രീസ് ചെയ്ത സാധനങ്ങൾ അവിടുന്ന് അമേരിക്കയിലേക്ക് പോവുകയാണ്, അമേരിക്കൻ മാർക്കറ്റിലേക്ക് പോവുകയാണ്, അമേരിക്കൻ ഷോപ്പുകളിലേക്ക് പോവുകയാണ്, മാളുകളിലേക്ക് പോവുകയാണ്. 125 പേർക്ക് ഈ മനുഷ്യൻ തൊഴിൽ നൽകുന്നുണ്ട്, മാന്യമായ ശമ്പളം. 125 പേർക്ക്. വിഴിഞ്ഞം 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 എന്ന് പറഞ്ഞ് തള്ളുന്ന മാവന്മാരും ആ തള്ളാൻ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും കേൾക്കാൻ പറയുകയാണ്. ഇവിടെ മുമ്പ് ഇത് നടന്നിട്ടുണ്ട്. വിഴിഞ്ഞം വരുന്നതിന് മുമ്പാണല്ലോ ഇത് നടന്നത്. പിന്നെ അദ്ദേഹം വിഴിഞ്ഞത്തെ പറ്റി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതായത് കൊച്ചിയിൽ കണ്ടെയ്നർ കൊണ്ടെത്തിച്ചിട്ട് ഫ്രീസ് ചെയ്ത കണ്ടെയ്നർ അമേരിക്കയിൽ എത്തിപ്പോയി വരാനുള്ള കാലതാമസം പകുതിയായി കുറച്ച്, അതിന്റെ കൂലിയും കുറച്ച്, ചെലവും കുറച്ചിട്ട് വിഴിഞ്ഞത്തുനിന്ന് അദ്ദേഹത്തിന് അയക്കാൻ പറ്റും. അദ്ദേഹം അതിന് തയ്യാറെടുക്കുകയാണ്. കാരണം വിഴിഞ്ഞം വന്നതുകൊണ്ടുള്ളൊരു ഗുണമായിട്ട് അദ്ദേഹം അതിനെ കാണുന്നു. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ബിസിനസ് വൻ ലാഭത്തിലാണ് പോകുന്നത്. ഇത് ഒരൊറ്റ മലയാളിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇതുപോലെ എത്രയോ മലയാളികൾ വേറെ ഉണ്ടാവും. ഓൺട്രപ്രണർഷിപ്പ് ഇവിടെ നാട്ടിൽ വന്ന് ചെയ്യുന്നവർ, അവരാരും തകർന്നു പോയിട്ടില്ല, ഒന്നുമില്ല. വിഴിഞ്ഞം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു ബിസിനസ് നടക്കുന്നില്ല എന്ന് പറയുന്നവരോടുള്ള മറുപടി ഞങ്ങൾ പറയുകയാണ്. പിന്നെ ഈ തള്ളുന്നവരൊക്കെ ഈ വിഴിഞ്ഞം കോൺക്ലേവ് കഴിഞ്ഞല്ലോ തിരുവനന്തപുരത്ത്, അവിടെ ശശി തരൂരും ദിവ്യ എസ് അയ്യരും വിസിലിന്റെ MD ദിവ്യ എസ് അയ്യരും ശശി തരൂർ നടന്ന സംഭാഷണം ഒന്ന് കേൾക്കണം. ഒരു 3/4 മണിക്കൂർ നേരത്തെ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും വിഴിഞ്ഞം വന്നത് എങ്ങനെയാണ്. ഈ തള്ളു മാമന്മാരും ഈ വിഴിഞ്ഞം തുറമുഖ സംരക്ഷണ സമിതി ഒന്നും അല്ല ഇതിന്റെ പിന്നിൽ ഒരു 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 എന്താ പറയുക ഉത്തേജനം കൊടുത്തത് എന്നത് മനസ്സിലാവും. എന്താണ് ചുരുക്കി പറയാം, നീട്ടുന്നില്ല. തരൂർ പറഞ്ഞത്, എനിക്ക് ആ കാര്യം നേരിട്ട് അറിയില്ലായിരുന്നു. ഞങ്ങളൊരു ഫ്ലൈറ്റിൽ യാദൃശ്യമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടി വരും ഒരു ഫ്ലൈറ്റിൽ. അപ്പോൾ അദാനി ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് തരൂർജി അയാം ഗൗതം അദാനി എന്ന് പരിചയപ്പെടുന്നു. അതിനു മുമ്പ് ഞാൻ അദാനിയെ കണ്ടിട്ടില്ല. അങ്ങനെ ഫ്ലൈറ്റിലിരുന്നുള്ള ആ ഒരു ചർച്ചയിൽ അദാനിയോട് തരൂര് പറയുന്നു, അപ്പൊ ഈ വിഴിഞ്ഞത്തിന്റെ വിഷയം വന്നു. കാരണം അദാനിക്ക് അതിനകത്തൊരു എവിടെയോ ആരോ പറഞ്ഞു, അദാനി അന്ന് ബിഡൊന്നും എടുത്തിട്ടില്ല, അദാനി അന്ന് കരാറൊന്നും ആയിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്, അന്ന് അതിന്റെ അവസാന കാലത്താണല്ലോ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്താണല്ലോ ഈ ധാരണാപത്രം ഒപ്പിടുന്നത്. അതിന് മുമ്പുള്ള കാര്യങ്ങൾ തരൂർ പറയുന്നത്. യാദൃശ്യമായിട്ട് സംഭവിച്ചു. അദാനി വിഴിഞ്ഞത്തിനെ പറ്റി സംസാരിക്കുന്നപ്പോൾ ഞാൻ പറഞ്ഞു, വിഴിഞ്ഞം ഒരിക്കലും കൈവിടരുത്. വിഴിഞ്ഞം ഒരു വലിയ സാധ്യതയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമായിട്ട് മാറാൻ കഴിയുന്നതാണ് വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ. കാരണം വിഴിഞ്ഞത്തെപ്പറ്റി തരൂര് നന്നായിട്ട് പഠിച്ചിട്ട് അദാനിയോട് വിശദീകരിക്കുന്നു. അദാനിക്കത് ബോധ്യപ്പെടുന്നു. അതിനുശേഷമാണ് അദാനി എന്നാൽ വിഴിഞ്ഞം വിടാൻ പാടില്ല, വിഴിഞ്ഞത്തേക്ക് നമ്മൾ കേന്ദ്രീകരിക്കുന്നു എന്ന് അദാനി അന്ന് തീരുമാനിക്കുന്നത്. ഈ സംരക്ഷണം വിഴിഞ്ഞം കൊണ്ടുവരാൻ വേണ്ടി എന്ന് പറഞ്ഞ് തള്ളുന്നവരോട് പറയുകയാണ്, കൊണ്ടുവന്നതിൽ ഓരോരുത്തർക്കും പങ്കുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല. ഈ തള്ളുന്ന മാമന്മാരോട് മനസ്സിലാക്കാൻ പറയുകയാണ്. അതിൽ തരൂരിന് പങ്കുണ്ട്, കേരള സർക്കാരിന് പങ്കുണ്ട്. കേരള സർക്കാരല്ലേ ഇപ്പൊ ഇത്, പിണറായി സർക്കാരല്ലേ ഇപ്പൊ വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയത്. അദാനി എങ്ങനെ വന്നു? സൂം ഡെവലപ്പേഴ്സിനെ ഇവിടുന്ന് അടിച്ചോടിച്ചില്ലായിരുന്നെങ്കിൽ വിഴിഞ്ഞ ഇതിനു മുമ്പേ യാഥാർത്ഥ്യമാകുമായിരുന്നു. വി എസ് അച്യുതാനന്ദ സർക്കാരിന്റെ കാലത്ത് തന്നെ. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ മലയാളി ഇങ്ങനെ ബിസിനസ് അമേരിക്കയിൽ ചെയ്യുന്നു, ഫുഡ് പ്രോസസ്സിങ് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് എല്ലാവരും കൊടുക്കുന്നു. പച്ചച്ചക്ക തന്നെ പാക്കറ്റിലാക്കി നേരെ അമേരിക്കയിൽ എത്തുകയാണ്, ഫ്രീസറില്. അവിടെ ചെന്ന് എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ചക്ക വേവിക്കാൻ, ചക്ക പുഴുക്കിനെടുക്കുന്ന പച്ചച്ചക്ക തന്നെ അവിടെ അമേരിക്കയിൽ കിട്ടും. അതാണ് അദ്ദേഹം ചെയ്യുന്ന ബിസിനസ്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ന്യൂസിലാൻഡിലുള്ള ഒരു മലയാളി കുടുംബം, അവരുടെയിലും പൈസയുണ്ട്. ഇതേപോലെ അവിടെയും ഇന്ത്യക്കാരും മലയാളികൾ ധാരാളമുണ്ട്, ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിൽ പോലെ. അവിടെ ഈ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ഈ നാട്ടില് ഉള്ള എൻ്റെ അടുത്തുള്ള ഒരു കുടുംബമാണ്, അവരുടെ ബന്ധുക്കൾ ന്യൂസിലാൻഡിലാണ്. അവർ ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു 3 കോടി രൂപയോളം ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാണ്. അവിടെ പൈസയുണ്ട്. നമുക്ക് നാട്ടിൽ ഫാക്ടറി കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യാം. അതിൻ്റെ ചുമതലകൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഏറ്റെടുത്ത് ചെയ്യണം. ഇവിടുന്ന് ഫ്രീസറിൽ കണ്ടെയ്നറിൽ സാധനങ്ങൾ അവിടെ എത്തിക്കുക ന്യൂസിലാൻഡിൽ. ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒറ്റയടിക്ക് 3 കോടിയൊക്കെ മുടക്കാതെ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. ഇവിടെ ഓൾറെഡി കോഴഞ്ചേരിയിൽ നിന്ന് ഇങ്ങനെ കണ്ടെയ്നർ ലോറിയിൽ അമേരിക്കയിലേക്ക് സാധനങ്ങൾ അയക്കുന്ന ഒരു വിദ്വാനുണ്ട്. ആ വിദ്വാനായിട്ട് നിങ്ങളെ ഞാൻ കൂട്ടിമുട്ടിക്കാം. അപ്പം നിങ്ങളുടെ കോസ്റ്റ് കുറയ്ക്കുകയും ചെയ്യാം. അവർക്ക് സന്തോഷമായി. 3 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നവരോട് ഞാൻ പറഞ്ഞു,
എനിക്ക് ഇതിൻ്റെ ഒരു ചുമതലയെ ഏറ്റെടുക്കാൻ വയ്യ, ഒന്നും വേണ്ട, ഞാൻ നിങ്ങളെ കണക്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ നമ്പർ അവർക്ക് കൊടുത്തു, അവരുടെ നമ്പർ ഇവർക്ക് കൊടുത്തു. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചു. അങ്ങനെ 3 മാസം മുമ്പ് ആദ്യ കണ്ടെയ്നർ ന്യൂസിലൻഡിലേക്ക് പോയി. ഇതേപോലെ ഈ മനുഷ്യന്റെ കോഴഞ്ചേരിയിലെ ഈ തിരിച്ചു വന്ന അമേരിക്കൻ മലയാളിയുടെ ഫാക്ടറിയിൽ പാക്ക് ചെയ്ത് പ്രോസസ്സ് ചെയ്ത സാധനങ്ങൾ ന്യൂസിലൻഡിലേക്ക് ആദ്യ കണ്ടെയ്നർ 3 മാസം മുമ്പ് പോയി. അടുത്ത കണ്ടെയ്നർ പിന്നെയും പോയി. വന്നിരുന്ന് തള്ളാതെ തന്നെ ഇവിടെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. കൊച്ചി വഴി ഇഷ്ടംപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, ഓൺട്രപ്രണർഷിപ്പ് ഇവിടെ നന്നായിട്ട് പോകുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് വിവാദമൊക്കെ എന്തിനാ ഉണ്ടാക്കിയത്, ആരാ ഉണ്ടാക്കിയത്? ഇപ്പൊ അവസാനം എന്താണ്, ശശി തരൂരിനെ പഠിപ്പിക്കാൻ പിന്നെ മാഷ് വി ഡി സതീശൻ തീരുമാനിച്ചു. ഇന്നത്തെ പ്രസ്താവന കണ്ട് ഇന്നലത്തെ എന്താണ് വി ഡി സതീശൻ പ്രതിഷേധം പറയുകയാണ്, ശശി തരൂരിനെ ഞാൻ കണക്കുകൾ ബോധ്യപ്പെടുത്താം, തരൂരിന് കണക്കുകൾ തെറ്റിയിട്ടുണ്ട്, പിന്നെയും തിരുത്തിയിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ കണക്കുകൾ തരൂരിനെ ഞാൻ ബോധ്യപ്പെടുത്തും. എന്ത് കണക്കാ, ഏത് കണക്കാ? ചാക്കോമാഷാകുകയാണോ വി ഡി സതീശൻ ശശി തരൂരിനെ പഠിപ്പിക്കാൻ? ലോകം മുഴുവൻ കറങ്ങി എല്ലാം പഠിച്ച് എല്ലാ കണക്കുകളും അറിയാവുന്ന ഒരാളാണ് വന്നിട്ട് ആ ലേഖനം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയത്. അദ്ദേഹം ഇപ്പോഴത് ഉറച്ചിരിക്കുന്നു. ഈ സതീശൻ ശശി തരൂരിനെ കണക്ക് പഠിപ്പിക്കാൻ പോകുന്നത്. നമോ ആകും.